രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന നിലമ്പൂർ പോരിന്റെ ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. PV അൻവറിന്റെ അപരൻ അൻവർ സാദത്ത് പത്രിക പിൻവലിച്ചു. കത്രിക ചിഹ്നത്തിലാണ് PV അൻവർ മത്സരിക്കുക. കത്രിക പൂട്ടിയവരെ കത്രിക കൊണ്ട് തന്നെ നേരിടുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ദിലീപ് കുമാർ വിവരങ്ങൾ. ദിലീപ്, ഈ ദിവസത്തെ ഒരുപക്ഷെ ശരിക്കുള്ള ആകാംക്ഷ PV അൻവർ പത്രിക പിൻവലിക്കുമോ, അതോ ഈ നേരത്തെ തൃണമൂൽ ആ സ്ഥാനാർത്ഥിത്വം എന്താണ് ആ പത്രിക തള്ളിപ്പോയതൊക്കെ അൻവറിന്റെ തന്നെ തന്ത്രമാണോ എന്ന് ചില കേന്ദ്രങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ദിലീപ് കുമാർ, PV അൻവർ മത്സരരംഗത്തുണ്ട്, സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാവുകയാണ് അല്ലേ? ഹാഷ്മി, നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി കഴിഞ്ഞു. PV അൻവർ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്ന് വൈകിട്ട് 3 മണിവരെയായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി. ആ സമയപരിധി അവസാനിച്ചിരിക്കുന്നു. ഡെമ്മികൾ ഉൾപ്പെടെ ചില സ്ഥാനാർത്ഥികൾ അവരുടെ പത്രികകൾ പിൻവലിച്ചു. ഇതോടെയാണ് 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് അവശേഷിച്ചിട്ടുള്ളത്. PV അൻവർ ഓട്ടോറിക്ഷയാണ് പ്രധാനമായും ചിഹ്നം വേണം എന്നുള്ള മുഖ്യ ആവശ്യം ഓട്ടോറിക്ഷയായിരുന്നു. മറ്റ് 2 ചിഹ്നങ്ങൾ കൂടി, കത്രിക, കപ്പും സോസർ എന്നീ ചിഹ്നങ്ങൾ കൂടി അദ്ദേഹം മുൻഗണനാക്രമത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഓട്ടോറിക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമായതിനാൽ അത് സംസ്ഥാന പാർട്ടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഓട്ടോറിക്ഷ അടയാളമായി അനുവദിച്ചത്. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് മത്സരിച്ച് ജയിച്ചത് ഈ അടയാളത്തിലായിരുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചിഹ്നമായ ഓട്ടോറിക്ഷ അനുവദിക്കാനാവില്ല എന്ന കാര്യം മുഖ്യ വരണാധികാരി അറിയിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2016ലും 2021ലും ഓട്ടോറിക്ഷ അടയാളത്തിലാണ് PV അൻവർ വിജയിച്ചിരുന്നത്. കത്രികയാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിച്ചിട്ടുള്ളത്. SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തുടിക്ക് ബലൂണാണ് ചിഹ്നമായി അനുവദിച്ചിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കൈപ്പത്തി അടയാളത്തിലും, LDF സ്ഥാനാർത്ഥി M സ്വരാജ് ചുറ്റികേരിവാൾ നക്ഷത്രമടയാളത്തിലും, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് താമര അടയാളത്തിലും ജനവിധി തേടും. നിലമ്പൂരിൽ മത്സര ചിത്രം വ്യക്തമായിരിക്കുന്നു. 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ഹാഷ്മി. ദിലീപ് കുമാർ, ഇവിടെ ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന് പറയുന്ന KC വേണുഗോപാലിന്റെ പരാമർശത്തിലെ LDF നറേറ്റീവും മലപ്പുറത്തെ അപമാനിക്കുന്ന LDF എന്ന UDF നറേറ്റീവിലും തന്നെയല്ലേ ഇന്നും അവിടുത്തെ പ്രചാരണം കൂടുതൽ സജീവമായത്? മറ്റു വിഷയങ്ങൾ വരുന്നില്ലെങ്കിൽ ഇതിൽ തന്നെയുള്ള കൂടുതൽ വാക്പോരുകൾ വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ടാകുമോ ദിലീപ് കുമാർ? ഹാഷ്മി, നിലവിൽ ഈ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് വിവിധ വിഷയങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മുന്നിലുണ്ടായിരുന്നു. PV അൻവർ രാജിവെക്കാൻ, MLA സ്ഥാനം രാജിവെക്കാനിടയായ സാഹചര്യം മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മത്സര ചിത്രം തെളിഞ്ഞതോടുകൂടി വിഷയങ്ങൾ മാറിമറിയുന്ന നിലയിലേക്ക് ആയിരിക്കുന്നു. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു. മുഖ്യമന്ത്രി ഇവിടെ LDF കൺവെൻഷനിലെത്തി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, വഞ്ചനയുടെ രാഷ്ട്രീയം, ചതിയുടെ രാഷ്ട്രീയം തുടങ്ങിയ പരാമർശങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ UDF അത്തരം കാര്യങ്ങൾ, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ, അതിന് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചടി നൽകും തുടങ്ങിയ ആ വിഷയം മുഖ്യ പ്രചരണായുധമാക്കിക്കൊണ്ട് UDF തുടക്കമിട്ടു. പിന്നാലെ LDFന്റെ ഭാഗത്ത് നിന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് UDFന്റെ കൺവെൻഷനിൽ നടത്തിയ ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായാണ് കാണുന്നത്, അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ആ വിവാദമായി. അതിനും പിന്നാലെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് അത് LDF ആണ്, അതിനെ എതിർത്തത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വിഷയങ്ങളിലാണ് പ്രധാനമായും മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിഷയങ്ങൾ മാറിമറിയുന്നതിനുള്ള നേതാക്കളുടെ പരാമർശങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടികളൊക്കെ കൊണ്ട് വിഷയങ്ങൾ മാറിമറിയുന്നതിനുള്ള സാധ്യതയുണ്ട്. നിലവിൽ പക്ഷേ ഈ വിഷയങ്ങളിൽ ചുറ്റിക്കറങ്ങുകയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം. ദിലീപ് കുമാറാണ് നിലമ്പൂരിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ 2 ആഴ്ച മാത്രമേ ഉള്ളൂ, 14 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കൂടുതൽ വാക്പോരുകൾ, തീവ്രമായ പ്രചരണ തന്ത്രങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം. നിലമ്പൂർ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ പരമാവധിയിലാണ്.